സിന്ദൂരം ഭാഗം 1. രചന വർഷ. അവതരണം ഷാൻ. എഡിറ്റിംഗ് ഷാജഹാൻ. ഹരിനന്ദനം വീട് നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല തിരക്കിലാണ്. ഇന്ന് അരുൺകുമാറിന്റെയും വിദ്യാകുമാരിയുടെയും മൂത്ത മകൻ വിഹാന്റെ വിവാഹമാണ്. വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് വിഹാൻ പെട്ടെന്ന് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിയതാണ്. അവന്റെ ഇഷ്ടത്തെ എല്ലാവരും നിറഞ്ഞ മനസ്സോടു കൂടി സ്വീകരിച്ചു. വിഹാൻ കല്യാണ പയ്യന്റെ വേഷത്തിൽ ഒരുങ്ങി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. കയ്യിൽ വാച്ച് കെട്ടി അവൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി. താടി ഒഴിഞ്ഞ് തൻ്റെ പെണ്ണിനെ ഒരു നോക്ക് കാണാൻ അവൻ്റെ മനം തുടുത്തു. അവൻ ടേബിളിൽ വെച്ച ഫോണെടുത്ത് അവളെ വീഡിയോ കോളിൽ വിളിച്ചു നോക്കി. എങ്കിലും കോള് കിട്ടിയില്ല. കോള് കിട്ടാതെ വന്നതും അവൻ പിന്നെ വിളിച്ചില്ല. സമയമായതും അച്ഛൻ്റെയും അമ്മയുടെയും മുതിർന്നയുടെ അനുഗ്രഹം വാങ്ങിയ ശേഷം അവളുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അവളുടെ വീട്ടിലെത്തിയതും വിഹാൻ കാറിൽ നിന്നും ഇറങ്ങി. കിരൺ വിഹാന്റെ കാല് കഴുകി മാലയിട്ട് കൊടുത്തു. അവൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. വിഹാന്റെ കണ്ണുകൾ തൻ്റെ പെണ്ണിലായിരുന്നു. അവളെ അവിടെ ഒന്നും അവർ കണ്ടിരുന്നില്ല. സമയമാവുമ്പോൾ വരുമെന്ന ആശ്വാസത്തിൽ അവൻ കതിർ മണ്ഡപത്തിൽ കയറിയിരുന്നു. അവൻ്റെ മനസ്സ് അവളെ കാണാൻ തുടികൊട്ടി. എന്നാൽ അവൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേട്ടത് അവളുടെ അമ്മയുടെ ഉറക്കെയുള്ള കരച്ചിലായിരുന്നു. വിഹാൻ കതിർ മണ്ഡപത്തിൽ നിന്ന് എണീറ്റു. അവളുടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു. കല്യാണം കൂടെ വന്ന എല്ലാവരുടെയും മനസ്സിലാതി കൂടി. എന്താ ആൻറ്റി, എങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? അവർ പറയാത്ത കൊണ്ട് തന്നെ വിഹാൻ ചെറുതായി ദേഷ്യം വന്നു. ആ സ്ത്രീ അവൾ എഴുതിയ ലെറ്റർ കയ്യിൽ കൊടുത്തു. വിഹാൻ അതിലെന്തെന്നുള്ള അർത്ഥത്തിൽ ആ ലെറ്റർ എടുത്ത് വായിച്ചു. ഓരോ വരികളും വായിക്കുമ്പോഴും അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരല്ലായിരുന്നു വന്നിരുന്നത്. അവളോടുള്ള അടങ്ങാത്ത ദേഷ്യമായിരുന്നു. അവൻ ആ ലെറ്റർ കയ്യിൽ ചുരുട്ടി പിടിച്ചു. അവന് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഓ, നീ എന്നെ പ്രണയം നടിച്ച് പറ്റിക്കായിരുന്നടി. എന്തിനാടി എന്നോടിത് ചെയ്ത്? നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു, വിശ്വസിച്ചു. അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നടി. മോഹൻ തന്ന് നീ എന്നെ ചതിച്ചു. വെറുതെ വിടില്ലടി. ഞാൻ വിഹാനാണ് പറയുന്നത്. വിഹാൻ ദേഷ്യത്തോടെ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, പോവാം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇനി വിഹാന് പെണ്ണ് വേണ്ട ജീവിതത്തിലും. മടുത്തു. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയാ, വിശ്വാസം തരും എന്നിട്ട് പാതി വലി ഇട്ടിട്ട് പോവും. അമ്മ, എനിക്ക് സ്റ്റേഷനിലേക്ക് പോകണം. മനെ, പോവാം. വിഹാൻ ദേഷ്യത്തോടെ പോവാൻ നിന്നതും വിദ്യകുമാരി അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ എന്തെന്നുള്ള ഭാവത്തിൽ ഗൗരവത്തോടെ അമ്മയെ നോക്കി. മോനെ വിഹാൻ, അമ്മ പറയുന്ന കേൾക്ക്. നീ ആ മോളെ ആത്മാർത്ഥമായാണ് നീ സ്നേഹിച്ചെന്ന് ഈ അമ്മയ്ക്ക് അറിയാം. വിഹാൻ വിദ്യകുമാരിയെ നോക്കി. കല്യാണപ്പെണ്ണിന്റെ അമ്മ വിഹാന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. മോനെ, മാപ്പ്. എൻ്റെ മോളിങ്ങനെ ചെയ്യുന്നു ഇവിടെ ആരും കരുതിയില്ല. അവൾ എവിടെയാണെങ്കിലും സുഖമായി കഴിയില്ല. സ്വർണവും ഈ വീടിൻ്റെ ആധാരം എടുത്താണ് അവൾ പോയിരിക്കുന്നത്. കിടപ്പിലായ അച്ഛനെ ഇളപ്പെങ്ങളെ ഓർക്കാതെയാണ് അവൾ എൻ്റെ വയറ്റിൽ തന്നെയാണ് ഉപ്പനെന്ന്. ദൈവമേ! വിഹാൻ എന്ത് പറയണം എന്നറിയില്ലായിരുന്നു. അവളോട് അടങ്ങാത്ത ദേഷ്യം അവന് നന്നായി തന്നെ ഉണ്ടായിരുന്നു. വീൽ ചെയറിലിരിക്കുന്ന അനന്തനെ വിഹാൻ ദയനീയമായി നോക്കി. കല്യാണം മുടങ്ങിയതൊത്ത് ആരും വിഷമിക്കേണ്ടതില്ല. ആനന്ദന് ഒരു മോളും കൂടിയില്ലേ? ആദിക ആ മോളെ കൊണ്ട് കെട്ടിച്ച പോരെ? ആനന്ദന്റെ വകയിലുള്ള ഏതോ ഒരു കാരണവർ പറഞ്ഞു. അയാൾ പറഞ്ഞു കേട്ട് ആദിക ഞെട്ടിലൂടെ അയാളെ നോക്കി. ആദികയുടെ നെട്ടിൽ കണ്ട് അവളുടെ അടുത്ത് നിന്നിരുന്ന കിരൺ അവളെ നോക്കി 32 പല്ല് കാണിച്ച് ചിരിച്ചു. കിരൺ ആദികയുടെ അടുത്തേക്ക് ചെന്ന് ചെവിയുടെ അടുത്തായി കൊണ്ട് പറഞ്ഞു, നീ പെട്ട മോളെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിന്നൊരു മാറും കെട്ടാൻ വരും ഉടനെ തന്നെ എന്ന്. ഗോപിക ഒളിച്ചോടി പോയത് ഇപ്പൊ എന്തുകൊണ്ട് നന്നായി എന്ന് തന്നെ ഞാൻ പറയൂ. നല്ല ചുള്ളം പോലീസുകാരനടി. കിരണേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൾ എൻ്റെ ചേച്ചി തന്നെയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. കിരണേട്ടനെ അറിയാവുന്നതല്ലേ, അമ്മയുടെ വരുമാനത്തില്ല അച്ഛൻ്റെ ചികിത്സയും മരുന്നും എൻ്റെ പഠിപ്പും നടക്കുന്നത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് അവളിങ്ങനെ ഞങ്ങളൊക്കെ ചതിച്ചു പോയത്. കിരണേട്ടൻ വിഹാനേട്ടൻ ഒന്ന് നോക്കിക്കേ. എൻ്റെ ചേച്ചി വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാനെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുക. വിഹാൻ ആദികയെ നോക്കി. അങ്കിൾ, നിർത്ത്. ചേച്ചി കിട്ടില്ലെങ്കിൽ അനിയത്തി. ആ ഏർപ്പാട് ശരിയല്ല. എനിക്ക് ഇനിയൊരു പെണ്ണ് വേണ്ട. വിഹാൻ ദേഷ്യത്തോടെ പറഞ്ഞു. മോനെ, അച്ഛൻ ഓർത്തെങ്കിലും മോനെ വിവാഹത്തിന് സമ്മതിക്കണം. ഇപ്പൊ തന്നെ മീഡിയകൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവും. പ്ലീസ് മോനു. ആദിയുടെ അടുത്തേക്ക് അവളുടെ അമ്മ ചെന്നു. അവളുടെ കൈ പിടിച്ച് റൂമിലേക്ക് പോയി. കൂടെ അച്ഛനും ഉണ്ടായിരുന്നു. റൂമിലെത്തിയതും കഥക് കുറ്റിയിട്ടു. എന്താ അമ്മേ? മോളെ, അമ്മ പറയുന്ന എൻ്റെ മോൾ അനുസരിക്കില്ലേ? എന്തമ്മ പറഞ്ഞു വരുന്നത്? ഞാൻ വിവാഹത്തിനെ കല്യാണം കഴിക്കാനാണോ? മോളെ, അമ്മ പറഞ്ഞത് കേൾക്ക്. നീ കൂടി ഞങ്ങളെ കൈവിട്ട
ഒരു മോൻ കയറ് മാത്രം മതി തൂങ്ങിച്ചാവാൻ. ഈ മോൻ ആശ കൊടുത്തത് അവളാ, ആ ഒറ്റ ഒരുത്തി. ഇനി മോള് മാത്രം ഞങ്ങൾക്കുള്ളൂ. ഈ മോനെ മോളി വിവാഹം ചെയ്യണം. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും മോളെ, സമ്മതിക്കും മോളെ. അമ്മേ, ഞാനെങ്ങനെ എനിക്ക് എൻ്റെ പൊന്നു മോളല്ലേ, അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയുന്നല്ലേ അമ്മേ. എനിക്കതിനുള്ള പ്രായം. അമ്മ പറയുന്ന മോള് കേൾക്കില്ലേ? ആദ്യ ഒരു നിമിഷം മൗനമായി നിന്നു. ശരി അമ്മേ, ഞാൻ വിവാഹാനേട്ടനെ വിവാഹം ചെയ്യാം. എനിക്കെൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സന്തോഷമാണ് വലുതമ്മേ. ഞാൻ വിവാഹത്തിന് ഒരു ഏട്ടിൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. ഇപ്പം ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത് ഇരു വീട്ടുകാരുടെ അഭിമാന പ്രശ്നമായത് കൊണ്ടാണ്. എന്നെക്കാട്ടിലും പ്രായമുണ്ട് വിവാഹനേട്ടന്. എനിക്കിവർ 20 വയസ്സിലായിട്ടുള്ളൂ. അവൾ അനന്തൻ്റെ അരികിൽ മുട്ടുകൊത്തിയിരുന്നു. അച്ഛ, എനിക്ക് സമ്മതാണ്. വിവാഹത്തിന് ഭാര്യയാവാൻ എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും സങ്കടപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല. 3 പേരും മുറിവിട്ട് പുറത്തേക്ക് വന്ന് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. വിദ്യാകുമാരി അവളെ ചേർത്ത് പിടിച്ചു, നെറുകയിൽ മുത്തി. വിഹാന്റെ മനസ്സെന്തോ അസ്വസ്ഥത അനുഭവപ്പെട്ടു. അവൻ ദേഷ്യം കൺട്രോൾ ചെയ്ത് നിന്നു. ആദികെ വേഗം തന്നെ കല്യാണപ്പിന്റെ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. അവളുടെ കസിൻസ് അവളെ കണ്ണെടുക്കാതെ നോക്കി. ഒരു നിമിഷം വിഹാന്റെ കണ്ണുകളും ആദിയെ കണ്ടതും ഒന്ന് വിടർന്നെങ്കിലും ഗോപികയുടെ മുഖം ഓർത്ത് അവന് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. കതിർ മണ്ഡപത്തിലേക്ക് ആദിയെ കൈപിടിച്ച് കയറ്റിയത് അവളുടെ അമ്മയുടെ ആങ്ങളുടെ മകൻ കിരണായിരുന്നു. ആദിക വിഹാന്റെ വാമഭാഗത്തിരുന്നു. ഇരുവരുടെയും ചുണ്ടിൽ പുഞ്ചിരിയില്ലായിരുന്നു. മൂകമായ അവസ്ഥയിലായിരുന്നു 2 പേരും. പൂജാരി നീട്ടിയ മഞ്ഞച്ചരട് കോർത്ത താലിമാലയിലേക്ക് അവൻ ദേഷ്യത്തോടെ നോക്കി. വിഹാൻ പൂജാരിയുടെ കയ്യിൽ നിന്നും മഞ്ഞച്ചരട് വാങ്ങി ആദികയെ നോക്കി. അവളും അവനെ നോക്കി. അവന്റെ ദേഷ്യത്തോടുള്ള മുഖം കണ്ടതും ആദിക തല താഴ്ത്തിയിരുന്നു. തന്റെ ചേച്ചിയുള്ള ദേഷ്യം തന്നോട് കാണിക്കുമെന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. വിഹാൻ അവളുടെ കഴുത്തിലേക്ക് മനസ്സെല്ലാം മനസ്സോടെ കൂടി താലി ചാർത്തി. അവളുടെ മെഴുകൽ എന്തിനോ വേണ്ടി നിറഞ്ഞു. അവളുടെ സീമന്തരേഖ ചുവപ്പിക്കാൻ അവന്റെ കൈ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. മാലയിട്ട ശേഷം 2 പേരും അഗ്നിക്ക് വലം വെച്ചു. വിഹാൻ, ഐ എം കിരൺ. ആദ്യമോളുടെ അമ്മയുടെ ആങ്ങളുടെ മോനാണ്. അവൻ കിരണിനെ താല്പര്യമില്ലാത്ത മട്ടിൽ നോക്കി. ഇവളുടെ ചേച്ചിയെയാണ് വിഹാൻ പ്രണയിച്ചതെന്നറിയാം. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല വിഹാൻ. ഐ എം സോറി. പിന്നെ ആദ്യമോൾ ഒരു പൊട്ടിപ്പെണ്ണാണ്. മാമനും അമ്മായിക്കും വേണ്ടി മാത്രമാണ് ഇന്നിപ്പോൾ വിഹാന്റെ ഭാര്യയായത്. പ്ലീസ്, എനിക്കൊന്ന് കേൾക്കണ്ട കിരൺ. നിന്റെ അനിയത്തി വിഹാനെയാണ് ചതിച്ചത്. പ്രണയം നടിച്ച് എന്നെ അവൾ ഇത്രയും ദിവസം കോമാളിയാക്കിയിരുന്നു. എന്നോട് അവളെക്കുറിച്ചൊന്നും പറയണ്ട. ആദികയും വിഹാനും മുതിർന്നവരുടെ കാല് തൊട്ട് വണങ്ങി. ആദിക വിഹാനെ നോക്കി. തന്നോടൊന്നും വേണ്ടിയിട്ട് കൂടിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോഴും ആർക്കോ വേണ്ടി കഴിച്ചെഴുന്നേറ്റു. മോളെ, ഏട്ടാ, സാരില്ല മോളെ. വിഹാൻ നിന്നോട് മിണ്ടും. മോള് കരയാതെ. ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുക്കുമ്പോഴും വിഹാനും ആദികയും അകന്നാണ് നിന്നത്. ഫോട്ടോ ചേട്ടൻ പറഞ്ഞുകൊണ്ട് വിഹാൻ ഒട്ടും താല്പര്യമില്ലെങ്കിലും അവൻ അവളുടെ തോളിൽ കൈവച്ച് നിന്നു. ചേട്ടാ, ഒന്ന് ചിരിക്കോ? ക്യാമറ ചേട്ടൻ വിഹാൻ കൂർപ്പിച്ച് നോക്കി. അതോടെ വിഹാനോട് ക്യാമറ ചേട്ടൻ ചിരിക്കാൻ പറഞ്ഞതേയില്ല. ആദിക ഐസ്ക്രീം കണ്ടതും അവിടേക്ക് പോവാൻ ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചതും വീഴാൻ പോയി. അമ്മേ! അവൾ കണ്ണ് തുറന്ന് നോക്കിയതും വിഹാന്റെ മുഖമാണ് കണ്ടത്. വിഹാന്റെ കൈ അവളുടെ ഇടുപ്പിലായിരുന്നു. ക്യാമറ ചേട്ടൻ അത് കണ്ടതും ക്യാമറയിൽ ആ ചിത്രം എടുത്തു. സോറി, ഞാൻ ഐസ്ക്രീം. വിഹാന്റെ മുഖഭാവം കണ്ടതും ആദിക പേടിയോടെ പറഞ്ഞു. നിനക്കെന്താ നേരെ നിൽക്കാൻ അറിയില്ലെന്നുണ്ടോ? അതെങ്ങനെ വലിച്ചു വരി എടുത്തിരിക്കല്ലേ? വിഹാൻ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോയി. ആദിക കണ്ണ് നിറഞ്ഞു. അവൾക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. എന്താ മോളെ ഇവിടെ നിൽക്കുന്നേ? ഒന്നില്ല അമ്മേ, ഞാൻ വെറുതെ. മോള് വാ, നമുക്ക് അങ്ങോട്ട് പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാം. ഹരിനന്ദനിലേക്ക് പോവാൻ ടൈമായതും ആദിക അവളുടെ അച്ഛനെയും അമ്മയും ചേർത്ത് പിടിച്ച് കരഞ്ഞു. അവൾക്ക് അവരെ വിട്ടു പോവാൻ തന്നെ ആഗ്രഹമില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി. വിഹാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ കാറിന്റെ അടുത്ത് നിന്നു. ആദിക കിരണിനെ കെട്ടിപ്പിടിച്ചു. മോള് പോയിട്ട് വാ. ഞാൻ പോകുന്നതിൽ സങ്കടമില്ല കിരണേട്ടന്. ഇല്ലടി, സന്തോഷം മാത്രമേ ഉള്ളൂ. നീ പോയിട്ട് വേണം ഇവിടെ പടക്കം വാങ്ങി പൊട്ടിക്കാൻ. അവൾ അവന്റെ വയറിനിട്ട് ഒരു കുത്തു കൊടുത്തു. എന്താടി കുരിപ്പ്? പിന്നെ എന്തിനൊക്കെ അറിയുന്നേ? ഞാൻ പോകുന്നതിൽ സങ്കടമുള്ളത് കൊണ്ടല്ലേ? പറ. നീ പോയ ഏട്ടനെ തല്ലുകൂടെ പിന്നെ ആരുണ്ട്? ഏട്ടന്റെ കാന്താരിയല്ലടാ നീ. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദികേറിയെ കെട്ടിപ്പിടിച്ചു. അവളും കരഞ്ഞു. ഒന്ന് പോടി. പോണോ? പോണം. എന്റെ കുട്ടി അവിടെ പോയാൽ കുശുമ്പ് കാട്ടോ? വിഹാൻ കാറിന്റെ ഓണടിച്ചു. അവൾ ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കിയിട്ട് കാറിൽ കയറി. ഡി, തൊട്ടിരുമിരിക്കാതെ വീട്ടിരുന്നോ? എന്റെ ഭാര്യയാണെന്ന് കരുതി
എന്റെ കാര്യത്തിൽ ഇടപെട്ട അറിയില്ല വിഹാന നിനക്ക്. മാറിക്കടി. ആദിക വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്തിന് അവളുടെ ഗ്യാങ്ങിനെ വരെ താറ്റ കാട്ടി. നിങ്ങൾ വിചാരിക്കും വലിയവരാണെന്ന് അല്ലേ? പക്ഷെ അല്ല ഗൈസ്, ചോട്ടോയ്സ് മനസ്സിലായില്ലേ? കുട്ടിപ്പട്ടാണ് ആദികയുടെ ചങ്ങായിമാർ. ആദിക വിവാഹന്റെ അടുത്ത് നിന്ന് വിട്ടുമാറിയിരുന്നു. കാറിൽ നിന്ന് മൂങ്ങാൻ ഉദ്ദേശിച്ചെങ്കിൽ കാറിൽ നിന്ന് തൂക്കിയെറിഞ്ഞ, അതുകൊണ്ട് മിണ്ടാതിരുന്നു. ആദിക പേടിയോടെ വാ പൊത്തിയിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് കവലിലൂടെ ചാലിട്ടൊഴുകി. കുറെ നേരം കഴിഞ്ഞതും അവന്റെ തോളിൽ കനം വെച്ചത് കണ്ടപ്പോ അവൻ തന്റെ അടുത്തിരിക്കുന്ന ആദികയെ നോക്കി. പെണ്ണ് നല്ല ഉറക്കമാണ്. അവനാണെങ്കിൽ അവളെ മാറ്റിക്കിടത്തണമെന്ന് എന്ന് തോന്നിയെങ്കിലും പിന്നെ അവൻ മിണ്ടാതിരുന്നു. ഹരിനന്ദനത്തിന്റെ ഗേറ്റ് എത്തിയതും കാർ ഒരു വലിയ ഗേറ്റിന്റെ ഉമ്മറത്തെത്തി. കാറിന്റെ ഹോണടി കേട്ടതും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു കൊടുത്തു. ഗേറ്റ് തുറന്നതും കാർ അകത്ത് കയറി. വിവാൻ അവളെ തട്ടി വിളിച്ചു. എടി എനിക്ക് വീടെത്തി. അവനവളെ തട്ടി വിളിച്ചതും അവൾ എണീറ്റു. എന്റെ ശരീരത്തില് ഇപ്പൊ ടച്ച് ചെയ്ത് നോക്കി, ഞാൻ ക്ഷമിച്ചു. ഇനി എന്റെ ശരീരത്തിൽ എങ്ങനെ തൊട്ടാ? അവൻ കാറിൽ നിന്നിറങ്ങിയതും അവൾ കണ്ണുനീർ തുടച്ചു. അവളും കാറിൽ നിന്നിറങ്ങി. അവൾ കണ്ണ് തുറന്ന് മുന്നിലേക്ക് നോക്കി. ഇത് വീടോ? കൊട്ടാരം പോലെയുണ്ട്. ആദ്യം വിവാഹന്റെ വീട് കണ്ടതും അത്ഭുതത്തോടെ നോക്കി. ഉമ്മർത്ത് തന്നെ വിഹാന്റെ അമ്മ നിലവിളക്കും താലവും പിടിച്ച് നിൽക്കുന്നുണ്ട്. വിഹാൻ ആദിക അവിടെ ഇല്ലാത്തതുപോലെയാണ് നിൽപ്പും. അവളാണെങ്കിൽ തലയും താത്തിയാണ് നിൽക്കുന്നത്. ഓ, ഈ കൊച്ചിനെയാണോ ഇവൻ കെട്ടി? ചന്തെങ്കിലും ഉണ്ടോ? ഇവളും ഇവളുടെ ചേച്ചിയെ പോലെ ഒളിച്ചോടി പോവില്ല എന്ന് എന്താ ഉറപ്പ്? ഇവളുടെ സ്റ്റാറ്റസ് എന്ത്, നമ്മളുടെ സ്റ്റാറ്റസ് എന്ത്? ചേച്ചി നിർത്തുന്നുണ്ടോ? ഓ, നമ്മളൊന്നും പറയുന്നില്ലേ, അനുഭവിച്ചറിയൂ. ആദിക്ക് അവരുടെ സംസാര രീതി കേട്ടതും സങ്കടം തോന്നി. അവൾ മിണ്ടാതെ തലയും താത്തി നിന്നു. വിഹാൻ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് പൊടിയുന്ന കണ്ണുനീര് കണ്ടതും അവന് പുച്ഛമാണ് തോന്നിയത്. വിദ്യാകുമാരി താലമൊഴിഞ്ഞ് രണ്ടുപേരെയും നെറ്റിയിൽ കുങ്കുമം തുടിച്ചു. ഈ നിലവിളക്ക് പിടിക്കുമ്പോളെ ഹരിനന്ദനത്തിലെ മരുമകളായി ആദിക വലതുകാലി വെച്ച് കയറി. വിദ്യാകുമാരി നിലവിളക്ക് പൂജാമുറിയിൽ വെക്കാൻ പറഞ്ഞതും അവൾ പൂജാമുറിയിലേക്ക് നടന്നു. ഈശ്വര, എന്റെ ചേച്ചിയുടെ പകരക്കാരിയായാണ് ഞാൻ ഇവിടുത്തെ മരുമകളായി വന്നിരിക്കുന്നത്. അത് പൂർണ്ണ ഇഷ്ടത്തോടെയല്ല. എനിക്ക് പഠിക്കണമെന്നുണ്ട്. പക്ഷെ വിഹാനേട്ടൻ എന്നെ പഠിപ്പിക്കാൻ വിടുമെന്ന് എനിക്കറിയില്ല. ഞാൻ വിഹാനേട്ടൻ്റെ നല്ലൊരു ഭാര്യയായിരിക്കും. ആദ്യം കണ്ണു തുറന്ന് വിഹാനെ നോക്കി. വിഹാന്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ഹാളിലേക്ക് ചെന്നതും കണ്ടത് വിഹാനെയാണ്, അതും പോലീസ് യൂണിഫോമിൽ. വിഹാനെ യൂണിഫോമിൽ കണ്ടതും അവൾക്ക് പേടി തോന്നി.